ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇപ്പോൾ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമായൊരു വീഡിയോ ആണിത്. അതായത് നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ബോർഡിൽ എന്തെങ്കിലും എഴുതി കാണിച്ച് പഠിപ്പിക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അതായത് ഇപ്പോൾ പ്രോബ്ലം പേപ്പറൊക്കെ പഠിപ്പിക്കുന്ന ആൾക്ക്, മാത്സ് പോലുള്ള അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോലുള്ള പ്രോബ്ലം പേപ്പറിൽ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ബോർഡിൽ എഴുതി കാണിക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വീട്ടിൽ ഒരു വൈറ്റ് ബോർഡ് സെറ്റ് ചെയ്യാനോ അതിന് നേരെ ക്യാമറ ഫോക്കസ് ചെയ്ത് വെക്കാൻ അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ തന്നെ അത് എഴുതാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മുമ്പ് ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടായിരുന്നു. അത് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്ക്രീനിൽ എഴുതി പഠിപ്പിക്കാമെന്നുള്ള കാര്യമായിരുന്നു നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നത്. ജാംബോർഡ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ വഴി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച്, എല്ലാവരുടെ കൈവശം ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണമെന്നില്ല, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ ഒരു സ്ക്രീൻ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ഒരു വൈറ്റ് ബോർഡ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാമെന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് എഴുതാൻ സാധിക്കും. നമ്മുടെ സ്ക്രീൻ ഒരു വൈറ്റ് ബോർഡ് പോലെ പ്രവർത്തിക്കും. അതിനകത്തേക്ക് നമുക്ക് കൈ ഉപയോഗിച്ച് എന്താണോ എഴുതി ക്ലാസ് എടുക്കേണ്ടത് ആ കാര്യങ്ങൾ നമുക്കിവിടെ എഴുതാം. മാത്സൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇതിൽ ഇമേജുകളൊക്കെ വരച്ച് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥകൾ വരാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ജാംബോർഡ് എന്ന് പറയുന്നൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. ഗൂഗിൾ തന്നെ പുറത്തിറക്കിയിരിക്കുന്ന ഗൂഗിൾ ജാംബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ ഗൂഗിൾ ജാംബോർഡ് നമുക്ക് ഈ ഗൂഗിൾ മീറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഗൂഗിൾ മീറ്റിനകത്തുള്ള പ്രസൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷെയർ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിൽ ഉപയോഗിക്കാമെന്നാണ് ഇതിൽ കാണിച്ചു തരുന്നത്. അറിയാവുന്ന ആൾക്കാർ ക്ഷമിക്കുക, ഇത് അറിയാത്ത ആൾക്കാർക്ക് കൂടി ഉപകാരപ്പെട്ടതായി തന്നെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ആദ്യം ചെയ്യാനുള്ളത് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. അവിടെ നിന്നും ഗൂഗിൾ ജാംബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ എന്ന് പറയുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ഥിരം ചെയ്യുന്ന പോലെ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആക്കാം. ഷെയർ സ്ക്രീൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് ഷെയറിംഗ് എന്നുള്ളത് കൊടുക്കുക. സ്റ്റാർട്ട് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ ഷെയറിംഗ് ആയിട്ടുണ്ട്. ഇനി ഹോം ബട്ടൺ പ്രസ് ചെയ്ത് പുറത്തിറങ്ങാവുന്നതാണ്. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു ജാംബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഗൂഗിൾ ജാംബോർഡിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. നമുക്ക് സ്ക്രീനിൻ്റെ താഴെയായിട്ടൊരു പ്ലസ് ഐക്കൺ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു സ്ക്രീൻ വന്നിട്ട് നമുക്കിനി മൊബൈൽ റൊട്ടേറ്റ് ചെയ്ത് പിടിക്കാം. സ്ക്രീൻ ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ ഇടതുവശത്തായിട്ട് പെൻസിലിൻ്റെ അല്ലെങ്കിൽ പേനയുടെ ഐക്കണുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ ടൈപ്പ് ആയിട്ടുള്ള പേനകൾ നമുക്കിവിടെ നിന്ന് എടുക്കാം. കളർ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ സ്ക്രീനിലൊന്ന് എഴുതി നോക്കാം. കാണുക, ഇങ്ങനെ നമുക്ക് എന്ത് കാര്യം വേണോ ഇവിടെ സ്ക്രീനിൽ എഴുതി കുട്ടികൾക്ക് നമുക്ക് ക്ലാസ് എടുക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ ഇറേസർ ഉണ്ട്. നമുക്ക് ഇറേസർ എടുത്തു കഴിഞ്ഞാൽ ഇത് മായ്ച്ച് കളയാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ നമുക്കിവിടെ ഹൈലൈറ്റർ ഉണ്ട്. അതായത് നമുക്കൊരു ചിത്രമൊക്കെ കാണിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി ഹൈലൈറ്റർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. നമുക്കിവിടെ പേന എടുത്താൽ തന്നെ അതിനകത്ത് അസിസ്റ്റീവ് ഡ്രോയിങ് ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വൃത്തം വരയ്ക്കണം. നമ്മൾ ജസ്റ്റ് ഒരു വൃത്തം വരയ്ക്കുകയാണ്. കൈകൊണ്ട് വെറുതെ വരച്ചാൽ മതി, അത് കറക്റ്റ് വൃത്തമാവാം. നമുക്കിപ്പോൾ ഒരു ത്രികോണം വരയ്ക്കണം. മാത്സൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് അത് എളുപ്പമായിരിക്കും. അപ്പോൾ അതുപോലെ ഏതൊരു സിമ്പിൾ വേണമെങ്കിലും നമുക്കിതുപോലെ ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മാത്സൊക്കെ പഠിപ്പിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. അതുപോലെ നമുക്ക് പേന സെലക്ട് ചെയ്യാം. അതുപോലെ ഹൈലൈറ്റർ, വിവിധ തരത്തിലുള്ള പേനകൾ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. എന്ത് വേണമെങ്കിലും കാര്യങ്ങൾ എഴുതി ക്ലാസ് എടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു പുതിയ സ്ക്രീൻ എടുക്കാൻ വേണ്ടി ഇവിടെ കാണുന്ന നമുക്കൊരു പ്ലസ് ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കിവിടെ ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതായത് ഒരു ചിത്രമോ മറ്റോ ഒക്കെ ഇന്നത്തെ ഇൻസേർട്ട് ചെയ്യാനാണ് ക്യാമറ എടുക്കുക. അല്ലെങ്കിൽ ഇമേജ് ലൈബ്രറി, ഗാലറി പോയിട്ട് നമുക്കൊരു ചിത്രം എന്തൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അതിനകത്തുണ്ട്. പുതിയൊരു സ്ക്രീൻ എടുത്ത് പഠിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പെൻസിലിൻ്റെ ഐക്കണിൽ ബാക്ക് വന്നിട്ട് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റിംഗ് ന്യൂ ജാമ്പ്, പുതിയ ജാമ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ സ്ക്രീനിനകത്ത് എഴുതി ക്ലാസ്സിൽ എടുക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.